മൊത്തം 15 പേരാണ് DFM ബാച്ചിലുള്ളത്. അതിൽ കൂടുതൽ ആളുകൾക്ക് അവർ ഒരു വർഷം അഡ്മിഷൻ കൊടുത്തിരുന്നില്ല. വീഡിയോ ഇൻ്റർവ്യൂ ഉൾപ്പെടെ 3ഓളം ടെസ്റ്റുകൾ പാസ്സായ ശേഷമാണ് റാം ഉൾപ്പെടെ അവർ ഓരോരുത്തരും ആ ക്ലാസ്സിലേക്ക് എത്തപ്പെട്ടതും. 5 നിരകളിലായി 3 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പിന്നിലായി ഒരു സീറ്റ് ഒഴിഞ്ഞു കിടന്നിരുന്നു. റാം അതിൽ ചെന്നിരുന്നു. റാം ഉൾപ്പെടെ 14 ആണുങ്ങളും ഒരൊറ്റ പെണ്ണുമായിരുന്നു ആ ബാച്ചിലുണ്ടായിരുന്നത്. റാം ചെന്നിരുന്നതും അവൻ്റെ ഇടതുവശത്തിരുന്ന ഒരുവൻ ഇളിച്ചുകൊണ്ട് അവന് കൈകൊടുത്തു. ഹായ്, ഐ ആം വെട്രി. റാം അവനെ ഒന്ന് നോക്കി ചിരിച്ചു. ശിവ എന്നു പേരുള്ള സാറായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പുള്ളി വേൾഡ് സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മച്ച, തമിഴിൽ കയ്യടി എന്ന് വെച്ചാൽ മാസ്റ്റർബേഷൻ. ക്ലാസ് നടക്കുന്നതിനിടയിൽ വെട്രി രഹസ്യം പോലെ പറഞ്ഞു. റാം ഒരു നിമിഷം ഞെട്ടി. ദൈവമേ! റാമിൻ്റെ ചമ്മിയ മുഖം കണ്ട് വെട്രി വാ പൊത്തിച്ചിരിച്ചു. ഹായ്, എൻ്റെ പേര് രേഷ്മ. വെട്രിയുടെ തൊട്ടപ്പുറം ഇരുന്ന പെണ്ണ് റാമിനെ എത്തിപ്പിടിച്ച് കൈകൊടുത്തു. ചുമ്മാതാടാ, ഇവൾ ഭാരതി, ഷാപ്പാട് ഭാരതി. ഇവിടെ കല്യാണം ഉണ്ടേലും പോയി ഓസിന് ഷാപ്പടിക്കും. പോടാ കുമ്മണ മുഞ്ചി. വെട്രിയുടെ തലക്കിട്ട് അവൾ ഒരു കൊട്ടു കൊടുത്തു. ആങ്ങളെയും പെങ്ങളും കൂടി ആ പയ്യനെയും നിങ്ങളുടെ ലെവലാക്കുമോ? ശിവ സർ മുന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു. നോ സർ, വെട്രിയും രേഷ്മയും ഒരുപോലെ പറഞ്ഞു. റാം അവർ ഇരുവരെയും മാറി മാറി നോക്കി. ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഫിലിം കോഴ്സ് ചെയ്യുന്നത് അവന് പുതുമയായി തോന്നി. ബ്രേക്ക് സമയത്ത് ക്ലാസ്സിലെല്ലാവരും റാമിനെ പരിചയപ്പെടുവാനായി ചെന്നു. മിക്കവരുടെയും ആവശ്യം കുട്ടനാടും ഹൗസ് ബോട്ടും ഒക്കെ ആയിരുന്നു. കൂടുതൽ കമ്പനി അടിച്ചാൽ കയ്യിൽ നിന്നും പണം ചെലവാകാൻ നല്ല ചാൻസ് ഉള്ളതിനാൽ ഒരു പരിധിയിൽ കവിഞ്ഞ് റാം ആരോടും സംസാരിക്കാൻ നിന്നില്ല. ഉച്ചയ്ക്ക് കോളേജിൻ്റെ സമീപത്തുള്ള ഹോട്ടലിൽ പോയി അവൻ ബിരിയാണി കഴിച്ചു. തമിഴ്നാട്ടിലെ ബിരിയാണിയിൽ കേരളത്തിലേതിനേക്കാൾ 3 ഇരട്ടി മസാലയാണ് ഉപയോഗിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് ക്ലാസ് വിട്ടപ്പോൾ തിരികെ അയ്യപ്പൻ താങ്കലിൽ എത്തുക എന്നതായിരുന്നു റാമിൻ്റെ അടുത്ത വെല്ലുവിളി. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 15 കിലോമീറ്ററിൽ കൂടുതൽ കാണിച്ചു. പക്ഷേ എങ്ങനെ പോകും? അവൻ കോളേജിൻ്റെ ഇടറോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് ബാഗും തൂക്കി നടന്നു. നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷൻ 200 മീറ്റർ എന്ന അടയാള ബോർഡ് കണ്ടപ്പോൾ അവൻ ആ ദിശയിലേക്കു നീങ്ങി. നുങ്കമ്പാക്കം സ്റ്റേഷൻ്റെ മുന്നിലത്തെ റോഡിൽ തമിഴ് സിനിമകളിലെ ഫൈറ്റ് സീനിൽ കാണാറുള്ള തെരുവോര ചന്ത പോലെ തോന്നിച്ചു. റോഡ് പാതിയും കയ്യേറി പഴങ്ങൾ, പച്ചക്കറികൾ, പൂവുകൾ തുടങ്ങി ഇലക്ട്രോണിക് സാധനങ്ങൾ വരെ വിൽക്കാൻ നിൽക്കുന്ന അനവധി ആളുകൾ. അതിനിടയിൽ ഒരു ഓട്ടോ സ്റ്റാൻഡും എങ്ങും കലപില ശബ്ദങ്ങൾ. ആരോടാണ് അയ്യപ്പൻ താങ്കൽ പോകാനുള്ള വഴി ചോദിക്കുന്നതെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അവൻ്റെ തോളിൽ ആരോ തട്ടിയത്. നോക്കുമ്പോൾ ക്ലാസ്സിൽ കൂടെയിരുന്ന വെട്രിയാണ്. അപ്രതീക്ഷിതമായി ആൾക്കൂട്ടത്തിൽ പരിചിതമായ ഒരു മുഖം കണ്ട ആശ്വാസത്തോടെ റാം അവനെ നോക്കി ചിരിച്ചു. എന്താ ഇവിടെ നിൽക്കുന്നത്? അവൻ തമിഴിൽ ചോദിച്ചു.